അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മൾ സോഷ്യലിൽ ഇനി പറയാനുള്ളത് ഇപ്പോൾ നമ്മൾ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജിയെ കുറിച്ച് പറഞ്ഞു. ഇനി അടുത്തത് നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി. അപ്പോൾ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി പറഞ്ഞാൽ നമ്മളെന്ത് പറഞ്ഞത്, ഉപയോഗിക്കുന്നതിനനുസരിച്ച് സാധനം എന്ത് ചെയ്യില്ല, പിന്നീട് ഉണ്ടാവാത്ത സാധനം ആണ് കൺവെൻഷൻ. അപ്പോൾ നോൺ കൺവെൻഷൻ പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഉപയോഗിക്കുന്നതിനനുസരിച്ച് പിന്നെ പുതുതായി ഉണ്ടാകുന്ന എനർജിക്കാണ് നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഈ നമ്മൾ ഫോസിൽ ഫ്യൂൾസ് നമ്മൾ എത്രത്തോളം ഉപയോഗിക്കുന്നു അത്രത്തോളം അതിൻ്റെ ഒരു ഷോർട്ടേജ്, കുറവ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ ഉപയോഗിക്കുന്ന അളവിൽ നമ്മൾ എന്ത് ഫോസിൽ ഫ്യൂൾസ് ഇങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം കുറച്ച് കാലം ആകുമ്പോഴത്തേനും എന്ത് ചെയ്യും, ഈ ഫോസിൽ ഫ്യൂൾസൊക്കെ എന്ത് ചെയ്യും, ഭൂലോകത്തു നിന്നേ ഇല്ലാതാകും. അപ്പം നമ്മളെന്ത് ചെയ്യണം, ഈ ഫോസിൽ ഫ്യൂൾസിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ നോൺ കൺവെൻഷണൽ സോഴ്സുകൾ നമ്മൾ എന്ത് ചെയ്യണം, ഉപയോഗിക്കണം. നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി ഏതൊക്കെയാണ്? ഉദാഹരണം പറയുകയാണെങ്കിൽ സോളാർ എനർജി, വിൻഡ് എനർജി, ടൈഡൽ എനർജി, ഇതൊക്കെയാണ് എന്ത് ഈ നോൺ കൺവെൻഷണൽ സോഴ്സ്. ഇത് എന്ത് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കുന്നതനുസരിച്ച് റിന്യൂ ചെയ്യാൻ കഴിയും. അതായത് പുതുക്കി പിന്നെയും ഉണ്ടാക്കാൻ എന്ത് ചെയ്യും, ഈ എനർജികൾ പറ്റും. അപ്പം ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജൊക്കെ എന്ത് ചെയ്യുക, കളിയിൽ കൊടുത്ത് എന്ത് ചെയ്യുക നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്ത് ചെയ്യും, നോൺ കൺവെൻഷണൽ എനർജി. ഫസ്റ്റ് വിൻഡ് എനർജി, അതായത് കാറ്റിൽ നിന്ന് എന്ത് ചെയ്യുക, എനർജി ഉണ്ടാക്കുക, പവർ ഉണ്ടാക്കുക. കറണ്ടൊക്കെ ഉണ്ടാക്കില്ലേ കാറ്റിൽ നിന്ന്. അപ്പോൾ നമുക്കറിയാം എന്ത് ചെയ്യും, മറ്റേ കാറ്റാടി അല്ലേ, ആ വലിയ ചക്രം പോലത്തെ സാധനം, തമിഴ്നാട് പോയാൽ കാണാം ആ സാധനം. അപ്പോൾ അതിനെ കൊണ്ടുള്ള അഡ്വാൻറ്റേജ്, അതിനെ കൊണ്ടുള്ള ഒരു പ്രത്യേക ആനുകൂല്യം എന്താണെന്ന് വെച്ചാൽ നോൺ പൊല്യൂട്ടിങ്. വിൻഡ് എനർജി എന്തായില്ല, ഈ മലിനീകരണം ഉണ്ടാക്കില്ല അന്തരീക്ഷത്തിൽ. അതുപോലെ തന്നെ ലോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി വൺ സെറ്റപ്പ്. അത് ആ സാധനം ഒരൊറ്റ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് ഒറ്റത്തിന് നല്ല പൈസവും, പിന്നെ അങ്ങോട്ട് എന്ത് ചെയ്യില്ല, വല്ല പൈസ ഒന്നും ആവില്ല. മൂന്നാമത്തെ സേഫ് ആൻഡ് ക്ലീൻ, നല്ല സേഫാണ്, അതുപോലെ തന്നെ ക്ലീനാണ്, പ്രകൃതിക്കൊന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. ഇതൊക്കെയാണ് അതിനെ കൊണ്ടുള്ള ഉപകാരങ്ങൾ. ഡിസഡ്വാൻറ്റേജ്, അതിനെ കൊണ്ടുള്ള പ്രതികൂലാവസ്ഥ എന്തൊക്കെയാണ്? നോയ്സ് പൊല്യൂഷൻ. പൊതുവായിട്ട് നല്ല കാറ്റ് കറങ്ങുമ്പോൾ നല്ല സൗണ്ട് ഉണ്ടാവും, അപ്പോൾ എന്ത് ചെയ്യും, ശബ്ദ മലിനീകരണത്തിന് കാരണമാകും. അതുപോലെ തന്നെ വിൻഡ് മിൽസ് കോസ്റ്റ്ലി സെറ്റപ്പ്, ആ വിൻഡ് മിൽ സെറ്റാക്കാൻ നല്ല പൈസൻ്റെ ചിലവുണ്ട്. അതുപോലത്തെ ഡിസ്റ്റർബ് ഇൻ റേഡിയോ ആൻഡ് ടി വി റിസപ്ഷൻ, അതായത് അടുത്തുള്ള റേഡിയോ ടി വി ഇതിൻ്റെ സിഗ്നലുകളൊക്കെ എന്ത് ചെയ്യും, അത് നല്ല ബാധിക്കും. അപ്പോൾ അതൊന്നും എന്ത് ചെയ്യില്ല, നല്ല ക്ലിയറിൽ കിട്ടുകയില്ല. അടുത്ത ഹാംഫുൾ ടു ബേഡ്സ്, പൊതുവെ ഐറ്റം ഉണ്ടാകുമ്പം അതിൽക്കൂടെ പറക്കണേ എന്ത് പക്ഷികൾക്ക് എന്താണ് ഈ വിൻഡ് എനർജി എന്താണ് വലിയ കാരണം ബുദ്ധിമുട്ട് ഉണ്ടാകും. അപ്പോൾ അതൊക്കെയാണ് വിൻഡ് എനർജി. ഇനി അടുത്ത സോളാർ എനർജി കൊണ്ടുള്ള ഉപകാരവും ഉപദ്രവവും. ഉപകാരം എന്താ, ഇൻഎക്സോസ്റ്റബിൾ, അത് തീരൂല. കാരണം സൂര്യൻ്റെ ലൈറ്റ് ചെയ്യാമെന്നാൽ വരെ ഉണ്ടാവില്ലേ, അപ്പോൾ ഇങ്ങനെ തീരില്ല, ഇത്ര നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ നോൺ പൊല്യൂട്ടിങ്, ഒരു മലിനീകരണം എന്ന് പറഞ്ഞ സാധനം എന്ത് ചെയ്യില്ല, അത് ഉണ്ടാക്കുകയില്ല, അത് അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കില്ല. അതിനുള്ള പ്രതികൂലത എന്താണ്, എക്സ്പെൻസീവ്. സോളാർ എനർജി ഉണ്ടാക്കാൻ എന്താണ് കുറച്ച് പൈസക്ക് ചിലവുണ്ട്. അത് ഡിഫ്യൂസ്ഡ് സോഴ്സ്, അതിങ്ങനെ പരന്ന് കിടക്കണ എന്താണ് സാധനം, അതിനോട് തന്നെ ആസ് ഗെറ്റ് വേസ്റ്റഡ്, അത് എന്ത് ചെയ്യുക, നമ്മളിങ്ങനെ ഉണ്ടാക്കുമ്പോൾ കുറേ വേസ്റ്റായി പോകാൻ സാധ്യത ഉണ്ട്. അടുത്ത് ടൈഡൽ എനർജി. ടൈഡൽ പറഞ്ഞാൽ ഇത് വേലിയിറക്കം വേലികയറ്റം, അതിൻ്റെ ആ ശക്തി ഉപയോഗിച്ചാണ്ട് കറണ്ട് ഉണ്ടാക്കുക, പവർ ഉണ്ടാക്കുക, മനസ്സിലായോ? അത് വേലിക്കയറ്റവും വേലിയിറക്കവും അതിലൂടെ എന്ത് ചെയ്യുക, ആ ഒരു പ്രതിഭാസത്തിലൂടെ കറണ്ട് ഉണ്ടാക്കുക. അതിനെക്കൊണ്ടുള്ള അഡ്വാൻറ്റേജ് ഉപകാരങ്ങൾ എന്തൊക്കെയാണ്? നോൺ പൊല്യൂട്ടിങ്, അതൊരിക്കലും മലിനീകരണം ഉണ്ടാക്കില്ല. ആൻഡ് ഇൻ എക്സോസ്റ്റബിൾ, അത് തീരും ചെയ്യില്ല. അത് പുഴയും കടലുള്ള കാലത്തോളം എന്ത് ചെയ്യും, വേലികയറ്റം വേലിയിറക്കം ഉണ്ടാവും. അതിനുള്ള പ്രതികൂലാവസ്ഥ എന്താ, ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഡിസ്ട്രോയ്സ് വൈൽഡ് ലൈഫ് ഹാബിറ്റ്, അതെന്ത് ചെയ്യും, നമ്മളെ നല്ല കാട് ജീവിതം എന്ത് ചെയ്യും, നശിപ്പിക്കും. കാരണം ഇത് സെറ്റാക്കാൻ വലിയ ഡാമും ഇതൊക്കെ കെട്ടി, അപ്പോൾ എന്ത് ചെയ്യും, പൊതുവെ കാടും ഇതൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, നശിപ്പിക്കേണ്ടി വരും. ആൻഡ് ഡിഫിക്കൽട്ട് ടു ഹാർനസ്, പിന്നെ ഇത് സൂക്ഷിച്ച് വെക്കാൻ, അതായത് ഇത് കിട്ടുന്ന എനർജിയൊക്കെ ഒന്ന് നമ്മൾ കൺട്രോൾ ചെയ്ത് ക്യാപ്ചർ ചെയ്ത് വെക്കാൻ എന്താണ് കുറച്ച് ബുദ്ധിമുട്ടാണ്. അടുത്ത എന്താണ് ന്യൂക്ലിയർ എനർജി, അതായത് അതിൻ്റെ ഉപകാരം എന്താണ്? കണ്ടില്ലേ, അതായത് അണു പറഞ്ഞാൽ
നമ്മളിതിൻ്റെ അണു ബോംബൊക്കെ ഉണ്ടില്ലേ, ആ അണു കേട്ടോ, അതിന് എന്ത് ചെയ്യുക, എനർജി ഉണ്ടാക്കുക. അതിൻ്റെ ഉപകാരം എന്താണ്? എമിറ്റ് ലാർജ് ഫോം എനർജി, ധാരാളം എനർജി എന്ത് ചെയ്യും നമുക്ക് അണു ഇതിൽ കൂടെ ന്യൂക്ലിയർ ഇതിൽ കൂടെ ഉണ്ടാക്കുകയാണെങ്കിൽ ധാരാളം എനർജി എന്ത് ചെയ്യും കിട്ടും. അതിനുകൊണ്ടുള്ള പ്രതികൂല ഘടകം എന്തൊക്കെയാണ്? ജനറേറ്റ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്, നല്ല എന്തുണ്ടാക്കും അവിടെ, റേഡിയേഷൻ എന്ത് ചെയ്യും, നല്ല കാരണമാകും. അതായത് അണുവിസ്ഫോടനങ്ങൾ അവിടെ എന്ത് ചെയ്യും, സംഭവിക്കും. അതുപോലെ തന്നെ എക്സ്പെൻസീവ്, നല്ല പൈസക്ക് ചിലവുണ്ട്. അടുത്തത് ബയോഗ്യാസ്. നമുക്കറിയാം ഫസ്റ്റ് ഉപകാരം തീരെ പൈസക്ക് ചിലവില്ല, ലോ കോസ്റ്റാണ്. രണ്ടാമത് ഈസി ടു ഓപ്പറേറ്റ്, അത് കൈകാര്യം ചെയ്യാൻ എന്താണ് ഭയങ്കര സുഖമാണ്. പിന്നെ അതുപോലെ തന്നെ മേക്ക് യൂസ് ഓഫ് ബയോ വേസ്റ്റ്, അതുപോലെ തന്നെ നമ്മളെ ജൈവ വേസ്റ്റുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, നല്ല ഉപകാരത്തിലാക്കി എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. അതുകൊണ്ടുള്ള പ്രതികൂല ഘടകം എന്താണ്? കോഴ്സ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്. ഗ്രീൻ ഹൗസ് എഫക്റ്റിനകത്താവും കാരണമാവും. ഗ്രീൻ ഹൗസ് എഫക്റ്റ് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ എന്ത് ചെയ്യും, വായുവിൽ എന്തിൻ്റെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടും. അതും മുഖേന നമ്മളന്ന് ഇവിടെ എന്ത് ചെയ്യും, ഭയങ്കര ചൂടൊക്കെ ഭൂമിയിൽ വൻ ചൂടിനൊക്കെ എന്താവും സാധ്യത വരുത്തും. അടുത്തത് ജിയോ തെർമൽ എനർജി. ജിയോ തെർമൽ എനർജിൻ്റെ പറഞ്ഞാൽ എന്താണ്? ഭൂമിൻ്റെ അടിയിൽ എന്തുണ്ടാവും, അടിയിൽ പോകണ്ടോണം, ഭൂമിൻ്റെ അടിയിൽ പോകണ്ടോ എന്ത് ചെയ്യും, ചൂട് കൂടും. അപ്പോൾ ആ ചൂടിൽ നിന്ന് എന്ത് ചെയ്യുക, നമ്മൾ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുക, കറണ്ട് എനർജി ഉണ്ടാക്കുക. മനസ്സിലായത്? അതാണ് ജിയോ തെർമൽ എനർജി. അതിനുകൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ ക്ലീൻ, എക്കോ ഫ്രണ്ട്ലി ആൻഡ് ആൾവേസ് അവൈലബിൾ, എപ്പോഴും കിട്ടുന്നതുമാണ്. അതുപോലെ തന്നെ നമ്മളെ ഇതിന് എക്കോസിസ്റ്റത്തിനൊന്നും എന്ത് ചെയ്യില്ല, ഒരു ബുദ്ധിമുട്ട് എന്ത് ചെയ്യില്ല, ഉണ്ടാക്കുകയില്ല. അതിനുള്ള പ്രതികൂല ഘടകം എന്ന് പറഞ്ഞാൽ സാധനം കിടക്കുന്നുണ്ടാവുക എവിടെയാണ്, സിറ്റിയിൽ നിന്നൊക്കെ വളരെ ദൂരത്താണ് ഉണ്ടാവുക ഈ സാധനം, ഏതെങ്കിലും ഒറ്റപ്പെട്ട ഏരിയകളിലൊക്കെ ഉണ്ടാവുക. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് ഈ ഇലക്ട്രിസിറ്റി അവിടുന്ന് സിറ്റികൾക്കൊക്കെ എത്തിക്കാറുണ്ട് എന്താണ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതാണ് മൊത്തത്തിൽ ഇത് നോൺ കൺവെൻഷണൽ എനർജീൻ്റെ ഒരു ഉപകാരം ഏതൊക്കെയാണെന്നും അതിനുള്ള ഉപകാരവും ഉപദ്രവവും നമുക്ക് തന്നെ ഓരോന്ന് ഹെഡിങ് എടുത്ത് എന്ത് ചെയ്യാം, പരിശോധിക്കാം. ഫസ്റ്റ് സോളാർ എനർജി അല്ലേ, നമുക്ക് എന്ത് സൂര്യൻ്റെ എനർജി എന്താണ് ഓരോ ദിവസവും അതിൻ്റെ സൂര്യൻ്റെ ലൈറ്റും അതുപോലെ തന്നെ ചൂടൊക്കെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ജീവിക്കുകയാണ്. അപ്പോൾ ഈ സോളാർ എനർജി, സൂര്യൻ്റെ ഈ എനർജി എന്ത് ചെയ്യും, ട്രാപ്പഡ് ഫ്രം ദി സൺ, സൂര്യൻ എന്ത് തന്നെ ഈ എനർജി നമ്മൾ എന്ത് ചെയ്യും, ട്രാപ്പ് ചെയ്ത് വെക്കും. ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ഇൻ സോളാർ സെൽസ് ടു പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി. എന്നിട്ട് ഈ വരുന്ന സൂര്യൻ്റെ ഹീറ്റും ലൈറ്റൊക്കെ എന്ത് ചെയ്യുക, നമുക്ക് സോളാർ സെല്ല്, സോളാറിൻ്റെ കുറേ ബാറ്ററി പോലത്തെ സാധനങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യുക, സൂക്ഷിച്ച് വെച്ചിട്ട് അതിൽ നമുക്ക് എന്ത് ചെയ്യുക, കറണ്ട് ഉൽപ്പാദിപ്പിക്കാം. മനസ്സിലായോ? അപ്പോൾ ഒരുപാട് ഈ സെല്ലുകൾ നമ്മൾ ചില ബാറ്ററി പോലത്തെ സാധനം, അപ്പോൾ ഈ ഒരുപാട് ഈ സെല്ലുകൾ എന്ത് ചെയ്യുക, ഒക്കെ ഒരുമിച്ച് കൂട്ടേണ്ട ഒരു സോളാർ പാനൽ ഉണ്ടാക്കുക. ആ സോളാർ പാനൽ എന്ത് ചെയ്യും, ഈ സൂര്യൻ്റെ ചൂടിൽ നിന്നും ലൈറ്റിൽ നിന്നൊക്കെ എന്ത് ചെയ്യും, ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യും, ഉണ്ടാക്കും. മനസ്സിലായോ? സൂര്യൻ തന്നെ ലൈറ്റും ഇതൊക്കെ ഒരുപാട് സോളാർ സെല്ലുകളിൽ എന്ത് ചെയ്യും, നമ്മൾ എടുത്ത് വെച്ചാണ്ട് ഒരുപാട് സെല്ലുകൾ കൂടിയാണ് സോളാർ പാനലുകൾ ഉണ്ടാകും. ആ സോളാർ പാനലുകൾ മുഖേന ഈ സൂര്യൻ്റെ ലൈറ്റും ചൂടൊക്കെ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാം. അതാണ് ഈ സാധനം. ദ ടെക്നോളജി ഓഫ് ഈ സോളാർ എനർജി യൂസ് ചെയ്യുന്നത് എന്താണ്, കുറേ ഈ ചൂടുള്ള ട്രോപ്പിക്കൽ കൺട്രീസ്, നല്ല ചൂടുള്ള രാജ്യങ്ങൾക്ക് ഒരുപാട് ഉപകാരമുള്ള സംഗതി. കാരണം അവിടെ നല്ല ചൂടുണ്ടാവും, അപ്പോൾ അവർക്ക് എന്ത് ചെയ്യുക, അതിലൂടെ നല്ല കറണ്ട് എന്ത് ചെയ്യാം, ഉൽപ്പാദിപ്പിക്കാം. അപ്പോൾ അങ്ങനെ സോളാർ ഹീറ്റർ, സോളാർ കുക്കർ, സോളാർ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് വെച്ചിട്ട് സിഗ്നൽസ്, അങ്ങനെ പിന്നെ ട്രാഫിക് സിഗ്നൽ, അതുപോലെ തന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഈ സോളാർ എനർജി വെച്ചാണ് നമുക്ക് എന്ത് ചെയ്യുക, സോളാർ കുക്കറുണ്ട്, സോളാർ അതുപോലെ തന്നെ ഹീറ്റർ, പിന്നെ അതുപോലെ തന്നെ ട്രാഫിക് സിഗ്നലിൽ വരുന്ന ലൈറ്റ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, സോളാർ വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യുക, നമുക്ക് സെറ്റാക്കാം. അപ്പോൾ ഇത് മുഖേന നമുക്ക് എന്ത് ചെയ്യുക, കൺവെൻഷണൽ എനർജികൾ നമുക്ക് എന്ത് ചെയ്യുക, പരമാവധി അതിൻ്റെ ഉപയോഗം കുറയ്ക്കാം. അടുത്തതാണ് വിൻഡ് എനർജി. വിൻഡ് എനർജിയെ കുറിച്ച് പറയുകയാണെങ്കിൽ വിൻഡ് കാരണം നമുക്കറിയാം ഇവിടെ ഒരിക്കലും തീരാത്ത എനർജിയാണ് കാറ്റ് എന്നുള്ളത്. അപ്പം വിൻഡ് മിൽസ് ഉണ്ടാവും. വിൻഡ് മിൽസ് ഹാവ് യൂസ്, ഈ വിൻഡ് മിൽസ് എന്തിനൊക്കെ യൂസ് ചെയ്യും, ധാന്യങ്ങൾ പൊടിക്കാനും അതുപോലെ തന്നെ വാട്ടർ എടുക്കാനൊക്കെ പണ്ട് മുതലേ ഈ കാറ്റിൻ്റെ വിൻഡ് മില്ലിൻ്റെ സഹായത്താൽ പൊടിക്കല്ല, ഈ
ഈ ധാന്യങ്ങൾ പൊടിക്കാനും അതുപോലെ തന്നെ ഈ വെള്ളം കൃഷിക്കൊക്കെ വെള്ളം നനയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, വിൻഡ് മില്ല് എന്ത് ചെയ്യും പണ്ട് മുതലേ യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ നമ്മളിന്ന് മോഡേൺ കാലത്ത് എന്ത് ചെയ്യും, വിൻഡ് മിൽസ്, അതായത് നല്ല ശക്തിയുള്ള കാറ്റ് എന്ത് ചെയ്യും, ഇതിൻ്റെ എന്ത് ചെയ്യും വിൻഡ് മില്ലിനെ ഇങ്ങനെ കറക്കും. അതിങ്ങനെ കറക്കിയിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യും, അത് കണക്ട് ചെയ്താണ്ട് ജനറേറ്റർക്ക് കണക്ട് ചെയ്താണ്ട് എന്ത് ചെയ്യും കറണ്ട് ഉണ്ടാക്കും. മനസ്സിലായോ? അതായത് നല്ല ശക്തമായ കാറ്റ് ഈ വിൻഡ് മില്ലിനെ എന്ത് ചെയ്യും ഇങ്ങനെ കറക്കും. ഈ വിൻഡ് മില്ല് ജനറേറ്ററുമായി ബന്ധിപ്പിച്ചാണ്ട് എന്ത് ചെയ്യും കറണ്ട് ഉൽപ്പാദനം നടത്തിപ്പിക്കും. അപ്പോൾ ഈ വിൻഡ് ഫാംസ് ഉണ്ട്, അത് കുറേ വിൻഡ് മില്ല് അടങ്ങിയാണ് വിൻഡ് ഫാംസ്. അപ്പോൾ ഈ വിൻഡ് ഫാംസ് എന്ത് ചെയ്യും, ഒരുപാട് വിൻഡ് മിൽസ് അവിടെ ഉണ്ടാവും. സാധാരണ ഉണ്ടാവൽ കോസ്റ്റൽ ഏരിയാസ്, ഈ തീരപ്രദേശങ്ങളും അതുപോലെ തന്നെ മൗണ്ടെയിൻ മൗണ്ടെയിൻ പാസസ്, ഈ മല ഏരിയകളിലൊക്കെയാണ് സാധാരണ ഉണ്ടാവുക. കാരണം അവിടെയൊക്കെയാണ് എന്തുണ്ടാവുക, നല്ല കാറ്റുണ്ടാവുക. അപ്പോൾ അത് മുഖേന എന്ത് ചെയ്യും, നല്ല കാറ്റിട്ട് നല്ല കറണ്ട് എന്ത് ചെയ്യാൻ കഴിയും, ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. പിന്നെ വിൻഡ് ഫാംസ് അധിക ലോകത്ത് കാണുന്ന രാജ്യങ്ങൾ നെതർലാൻഡ്, ജർമ്മനി, ഡെൻമാർക്ക്, യുണൈറ്റഡ് കിങ്ഡം, അതായത് ഇപ്പോഴത്തെ ബ്രിട്ടൻ, USA, അമേരിക്ക, പിന്നെ സ്പെയിൻ. ഇവിടെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, വിൻഡ് ഉപയോഗിച്ചാണ്ട് ഒരുപാട് എനർജി ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ രാജ്യങ്ങൾ. പിന്നെ അടുത്തതാണ് ന്യൂക്ലിയർ പവർ, അതായത് അണു പവർ. അപ്പം ഈ ന്യൂക്ലിയർ പവർ കിട്ടുന്നതോടാണ് ഫ്രം എനർജി സ്റ്റോർഡ് ഇൻ ന്യൂക്ലിയർ ഓഫ് ആറ്റംസ് ഓഫ് നാച്ചുറലി ഒക്കറിങ് റേഡിയോ ആക്റ്റീവ് ഓഫ് എലമെൻറ്റ്സ് ലൈക്ക് യുറേനിയം, തോറിയം. ഈ യുറേനിയം അതുപോലെ തന്നെ തോറിയം പോലെയുള്ള നമ്മളെ പ്രകൃതിപരമായി ഉണ്ടാകുന്ന അണു വിസ്ഫോടനങ്ങൾ ഉണ്ടാകുന്ന എന്ത് സാധനങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ആറ്റംസിൽ എന്തുണ്ടാവും, ഒരുപാട് എനർജി എന്ത് ചെയ്തിട്ടുണ്ടാവും, സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതായത് യുറേനിയം, തോറിയം പോലത്തെയുള്ള സാധനങ്ങളിൽ അത് നാച്ചുറലായിട്ടുണ്ടാകുന്ന സാധനമാണ്. ഈ യുറേനിയം എന്നൊക്കെ ഉള്ളത് അതൊക്കെ എന്ത് ചെയ്യും, യുറേനിയമൊക്കെ സൂക്ഷിച്ച് വെക്കും. അപ്പോൾ യുറേനിയത്തിൻ്റെ ഉള്ളിൽ നല്ല റേഡിയോ ആക്റ്റീവ് എടുക്കും, അണുവിസ്ഫോടനങ്ങൾ നടക്കും. അപ്പോൾ ഈ അണുവിസ്ഫോടനങ്ങളിൽ എന്തുണ്ടാവും, ധാരാളം എനർജി എന്ത് ഉണ്ടാവും, ഉണ്ടാവും. ഈ അണുവിസ്ഫോടനം നടക്കുമ്പോൾ ഈ യുറേനിയത്തിൻ്റെ ഉള്ളിൽ, യുറേനിയം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഗ്യാസ് പോലത്തെ സാധനമാണ്. മനസ്സിലായോ? അപ്പോൾ ഈ യുറേനിയത്തിൻ്റെ ഉള്ളിൽ അണുവിസ്ഫോടനം നടക്കുമ്പോൾ അതിൽ ഒരുപാട് എന്തുണ്ടാവും, എനർജി ഉണ്ടാവും. ഈ എനർജി ഉപയോഗിച്ചാണ്ട് എന്ത് ചെയ്യാം, നമുക്ക് കറണ്ടൊക്കെ എന്ത് ചെയ്യാം, ഉണ്ടാക്കാം. അതാണ് ന്യൂക്ലിയർ പവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ന്യൂക്ലിയർ എനർജി എന്നുള്ള ഈ സാധനം എന്ത് ചെയ്യും, ധാരാളം ന്യൂക്ലിയർ ഫ്യൂഷൻ, ന്യൂക്ലിയർ വിസ്ഫോടനങ്ങൾക്ക് എന്താവും, കാരണമാകും. എന്നിട്ട് എന്ത് ചെയ്യും, അതിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യുക, പവർ, അണുവിസ്ഫോടനം നടക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, പവർ കിട്ടുക. അപ്പോൾ ലോകത്തെ ഇത് ഉപയോഗിക്കുന്ന വലിയ രാജ്യങ്ങളാണ് USA-യും യൂറോപ്പും. അമേരിക്ക അതുപോലെ തന്നെ യൂറോപ്യൻ കൺട്രീസുമാണ് എന്ത് ചെയ്യുന്നത്, ഈ ന്യൂക്ലിയർ എനർജി അധികമായിട്ട് ലോകത്ത് ഉണ്ടാക്കുന്നത്. ഇന്ത്യയിൽ രാജസ്ഥാൻ, ജാർഖണ്ഡിൽ എന്തുണ്ട്, യുറേനിയത്തിൻ്റെ ഡെപ്പോസിറ്റ് ഉള്ളതായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ തോറിയം എന്നുള്ള സാധനം നമുക്ക് എന്ത് ചെയ്യുക, കേരളത്തിലെ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിലുള്ള ന്യൂക്ലിയർ പവർ സ്റ്റേഷനാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്, കൽപ്പക്കം ഇൻ തമിഴ്നാടുവിലെ കൽപ്പകം. അവിടെ ഇങ്ങനത്തെ ന്യൂക്ലിയർ എനർജി ഉണ്ടാക്കുന്ന പ്ലാന്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ തറപ്പൂർ ഇൻ മഹാരാഷ്ട്രയിലെ തറപ്പൂർ. അതുപോലെ തന്നെ റാണ പ്രതാപ് സാഗർ രാജസ്ഥാനത്തെ കോട്ടയ്ക്ക് അടുത്തുള്ള റാണ പ്രതാപ് സാഗറിൽ. അതുപോലെ തന്നെ ഉത്തർപ്രദേശിലെ നറോറ, പിന്നെ കൈഗ, കർണാടക. ഇവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ന്യൂക്ലിയർ പ്ലാന്റ്സുകൾ എന്ത് ചെയ്യാൻ കഴിയും, ഇന്ത്യയിൽ കാണാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ എങ്ങനെ ഉണ്ടാക്കാനുള്ള ഫോട്ടോ അതാ 13.19 കൊടുത്തിട്ടുണ്ടാവും. അത് നോക്കി നമുക്ക് എന്ത് ചെയ്യും, കറക്റ്റായിട്ട് മനസ്സിലാവും. അടുത്തതാണ് ജിയോ തെർമൽ എനർജി. അടുത്തതാണ് ജിയോ തെർമൽ എനർജി. അപ്പോൾ നേരത്തെ പറഞ്ഞ എന്താണ്, ഹീറ്റ് എനർജി ഒബ്റ്റെയിൻ ഫ്രം ദി എർത്ത്സ്. ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ഹീറ്റ് എനർജിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ജിയോ തെർമൽ എനർജി എന്ന് വിളിക്കുന്നത്. അതായത് നമ്മളെ ഭൂമിൻ്റെ ഉള്ളിൽ നല്ല എന്തുണ്ടാവും, ചൂടുണ്ടാവും. ഈ ചൂട് എന്ത് ചെയ്യാണ്, നമ്മൾ അടിയിലേക്ക് ഭൂമിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ പോകുന്തോറും ഈ ചൂടിൻ്റെ തീവ്രത ഇങ്ങനെ വർദ്ധിച്ച് വരും. അപ്പോൾ ചില സമയത്ത് എന്ത് ചെയ്യും, ഈ ഹീറ്റ് എനർജി എന്ത് ചെയ്യും,
നല്ല ഈ ചൂടുള്ള നീരുറവയായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഭൂമിൻ്റെ മുകളിലേക്ക് അടക്കം വരും. അതായത് ഈ ചൂട് കൂടിയത് കാരണം എന്ത് ചെയ്യും, അവിടെ ഒരു ചൂടുള്ള ഒരു ഉറവ് എന്ത് ചെയ്യും, ചില സന്ദർഭങ്ങളിൽ പ്രകടമാകും. അതാണ് ഹോട്ട് സ്പ്രിങ്. അപ്പം ദിസ് ഹീറ്റ് എനർജി, എന്നിട്ട് ഈ ഹീറ്റ് എനർജി എന്ത് ചെയ്യും, അപ്പം നമ്മളൊരു എന്തുണ്ടാക്കാൻ, പവർ ഉണ്ടാക്കാൻ നമ്മൾ എന്ത് ചെയ്യും, ഉപയോഗിക്കും. അങ്ങനെയാണ് ജിയോ തെർമൽ എനർജി ഉണ്ടാകുന്നത്. മനസ്സിലായോ? അപ്പോൾ ജിയോ തെർമൽ എനർജി ഇൻ ദി ഫോം ഓഫ് ഹോട്ട് സ്പ്രിങ് ഹാസ് ബീൻ യൂസ്ഡ് ഫോർ, അപ്പോൾ ഈ ഹോട്ട് സ്പ്രിങ്ങിൻ്റെ രൂപത്തിൽ വരുന്ന ഈ ജിയോ തെർമൽ എനർജി നമ്മൾ എന്തിനൊക്കെ യൂസ് ചെയ്യും, ചൂടാക്കാൻ, അതുപോലെ തന്നെ കുളിക്കാൻ, കുക്കിങ്ങിന്, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അത് ഉപയോഗിക്കും. മനസ്സിലായോ? ഇപ്പോൾ ഉണ്ടാക്കുന്ന കോലക്കതങ്ങ് 3.21 ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ നീരുറവ് എന്താണെന്നും കിരി എങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ ആ ഫോട്ടോ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ലോകത്ത് ഇത് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം, ജിയോ തെർമൽ ഇത് ഉൽപ്പാദിപ്പിക്കുന്ന വലിയ രാജ്യം ഏതാണ്? അമേരിക്ക തന്നെയാണ്, USA. പിന്നെ അതുപോലെ തന്നെ ന്യൂസിലാൻഡ്, ഐസ്ലാൻഡ്, ഫിലിപ്പീൻസ്, സെൻട്രൽ അമേരിക്കൻ രാജ്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നു. ഇന്ത്യയിൽ ഇതുള്ളത്, ജിയോ തെർമൽ പ്ലാന്റ്സ് ഉള്ളത് ലൊക്കേറ്റഡ് ഇൻ മണിക്കരൻ ഇൻ ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശത്തെ ഈ മണിക്കര എന്നുള്ള സ്ഥലത്താണ്. അതുപോലെ തന്നെ പുക വാലി ഇൻ ലഡാക്ക്, ലഡാക്കത്തെ പുക വാലിയിലാണ് ഈ സാധനം എന്ത് ചെയ്യുന്നത്, നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി അടുത്തത് ടൈഡൽ എനർജി. ടൈഡൽ നമുക്കറിയാം, എന്ത് വേലിയിറക്കം വേലിയേറ്റം സംബന്ധിച്ച കാര്യങ്ങളൊക്കെയാണ് ടൈഡൽ. അപ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്യുക, എനർജി ഉണ്ടാക്കുക. അപ്പോൾ ടൈഡൽ എനർജി ജനറേറ്റഡ് ഫ്രം ദി ടൈഡ്സ്, അതായത് ഈ വേലിയിറക്കത്തു നിന്നൊക്കെ, കയറ്റം വേലിയിറക്കത്തു നിന്നൊക്കെ ഉണ്ടാക്കുന്ന എന്ത് എനർജിക്കാണ് നമ്മൾ എന്താ പറയല്, ടൈഡൽ എനർജി എന്ന് പറയല്. അപ്പോൾ ഈ ടൈഡൽ എനർജി ക്യാൻ ബി ഹാർനസ്ഡ് ബൈ എന്ത് ബിൽഡിംഗ് ഡാംസ് അറ്റ് നാരോ ഓപ്പണിംഗ് ഓഫ് ദി സീ. കടലിൻ്റെ ചെറിയ സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യും, വലിയ ഡാമുകൾ കെട്ടിയാണ്ടാണ് എന്ത് ചെയ്യുക, ഡാമുകൾ കെട്ടിയാണ്ടാണ് ഈ ടൈഡൽ എനർജിയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ക്യാപ്ചർ ചെയ്യൽ, പിടിച്ചിട്ട് ഉണ്ടാക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ ഹൈ ടൈഡിൻ നല്ല വേലിയിറക്കം കണ്ടാണ് സമയത്ത് എനർജി ഓഫ് ദി ടൈഡ്സ് ബി യൂസ്ഡ് ടു ടേൺ ടർബനേറ്റ് ഇൻസ്റ്റാൾഡ് ഇൻ ഡാം. അതായത് ഈ നല്ല വേലിയിറക്കൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യും, അവിടെ എന്തുണ്ടാവും, ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ടർബൈൻ എന്ന് പറഞ്ഞാൽ വെള്ളം കൊണ്ട് കരണ്ടുണ്ടാക്കുന്ന ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. ആ ഉപകരണം എന്ത് ചെയ്യും, ഉപകരണം ഇങ്ങനെ കറങ്ങും. ഇതിനോട് എന്താ വെച്ചാൽ ജനറേറ്റർ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ എന്ത് ചെയ്യും, നമുക്ക് കറണ്ട് എന്ത് ചെയ്യാൻ കഴിയും, ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ഇത് ലോകത്ത് പൊതുവെ ഉപയോഗിക്കുന്നത് റഷ്യ, ഫ്രാൻസ്, അവിടെയൊക്കെയാണ് എന്ത് ടൈഡൽ എനർജി യൂസ് ചെയ്യുന്നത് അധികം. അതുപോലെ തന്നെ ഗൾഫ് ഓഫ് കച്ച് ഇൻ ഇന്ത്യയിലെ ഗൾഫ് ഓഫ് കച്ച് എന്നുള്ള സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇതിൻ്റെ വലിയൊരു ടൈഡൽ മില്ല് ഫാം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, കാണാൻ സാധിക്കും. 3.22 ഫോട്ടോ നോക്കി നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് എന്ന്. മനസ്സിലായോ? ഇനിയുള്ളത് ലാസ്റ്റ് വൺ, ബയോഗ്യാസ്. നമുക്കൊക്കെ അറിയാം, ചില വീട്ടിലുണ്ടാവും, ചില കോളേജുകളിലും വലിയ വലിയ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ബയോഗ്യാസ് ആണ് ഓർഗാനിക് വേസ്റ്റ്, അതായത് ജൈവ വേസ്റ്റുകൾ എന്ത് ചെയ്യും, അതായത് നമ്മളെ പച്ചക്കറി ഇങ്ങനത്തെ സാധനങ്ങൾ, ജൈവ വേസ്റ്റ് ജൈവ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്, സച്ചാസ് ഡെഡ് ഓർഗാനിക് വേസ്റ്റ് പറഞ്ഞാൽ ജൈവ വേസ്റ്റ്. അത് ഏതൊക്കെയാണ്, ജൈവ വേസ്റ്റുകൾ ഏതൊക്കെയാണ്, ഡെഡ് പ്ലാന്റ്സ്, അതായത് കേടുന്ന മരങ്ങൾ, അതുപോലെ തന്നെ അനിമൽ മെറ്റീരിയൽ, അത് മരിച്ചു പോയ മൃഗങ്ങളൊക്കെ ഉണ്ടല്ലോ, എലിയത്ത്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ, ഇതൊക്കെ എന്ത് ചെയ്യുന്നു. അതുപോലെ തന്നെ അനിമൽസിൻ്റെ കാഷ്ടങ്ങൾ, അതായത് ചാണകം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അതുപോലെ തന്നെ കിച്ചൺ വേസ്റ്റ്, നമ്മളെ കിച്ചണിൽ ഇങ്ങനെ കുറേ പച്ചക്കറി കഴിഞ്ഞ് കുറേ വേസ്റ്റൊക്കെ ഉണ്ടാവില്ലേ, ആ വേസ്റ്റ്, ഇതിനൊക്കെയാണ് ഓർഗാനിക് വേസ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതെന്ത് ചെയ്യും, ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഗ്യാസസ് ഫ്യൂൾ. ഈ ഓർഗാനിക് വേസ്റ്റ് നമ്മൾ ജൈവ വേസ്റ്റിനെ നമ്മൾ എന്താക്കി മാറ്റും, ഗ്യാസാക്കി മാറ്റും, ഒരു ഗ്യാസ് ഇന്ധനമാക്കി മാറ്റും. അതിൻ്റെ പേരാണ് ബയോഗ്യാസ് എന്നുള്ളത്. മനസ്സിലായോ? ഇത് ഓർഗാനിക് വേസ്റ്റ് ഈസ് ഡീകമ്പോസ്ഡ് ബൈ ബാക്ടീരിയ ഇൻ ബയോഗ്യാസ് ഡൈജസ്റ്റർ ടു എമിറ്റ് ബയോഗ്യാസ്. അപ്പോൾ ഈ ബയോഗ്യാസ് ഉണ്ടാക്കുമല്ലോ, ബയോഗ്യാസ് ഉണ്ടാക്കുമ്പോൾ ഈ ബയോഗ്യാസിൽ നിന്ന് എന്ത് ചെയ്യും, ബാക്ടീരിയകൾ എന്ത് ചെയ്യും, ഈ സാധനങ്ങളൊക്കെ ഈ ഓർഗാനിക് വേസ്റ്റിനൊക്കെ എന്ത് ചെയ്യും, ഡികമ്പോസ് ചെയ്യാൻ അതിനൊക്കെ ഒരു
ഇത് ഇല്ലാതാക്കും. അതായത് സാധനം എന്ത് ചെയ്യും, അവകൾ തിന്ന് തിന്ന് അതിനെന്ത് ചെയ്യും, നിർവീര്യമാക്കി കളയും. അതുപോലെ എന്നിട്ട് എന്ത് ചെയ്യും, അത് മുഖേന ബയോഗ്യാസ് എന്ത് ചെയ്യും, ഉണ്ടാവുകയും ചെയ്യും. ഈ ബയോഗ്യാസ് പറഞ്ഞാൽ മൊത്തത്തിൽ മീഥേൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ഒരു ഒരു മിക്സ്ചറാണ്. മിക്സ്ചർ പറഞ്ഞാൽ അതിന് രണ്ടിൻ്റെ ഒരു കൂട്ടാണ് എന്ത്, ഈ ബയോഗ്യാസ് എന്ന് പറഞ്ഞാൽ. ബയോഗ്യാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ മീഥേൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും എന്താണ് മിക്സ്ചറിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ബയോഗ്യാസ് എന്ന് പറഞ്ഞത്. ബയോഗ്യാസ് ഉണ്ടാകുന്നത് ഈ ബയോ വേസ്റ്റുകൾ, ഈ ബയോഗ്യാസുകൾ ബയോ പ്ലാന്റുകളിൽ എന്ത് ചെയ്യും, നമ്മൾ നിക്ഷേപിക്കുമ്പോൾ നമ്മളെ ബാക്ടീരിയകൾ വന്നാണ്ട് എന്ത് ചെയ്യും, ഇതിനെ ഡീകമ്പോസ് ചെയ്യും. ഡീകമ്പോസ് പറഞ്ഞാൽ എന്താ, ഡീകമ്പോസ് പറഞ്ഞാൽ ക്ഷയിപ്പിക്കുക, അതിനെ ശിഥിലമാക്കുക. അതതിൻ്റെ ഓരോ പദാർത്ഥങ്ങളൊക്കെ വേർതിരിച്ച് ആ സാധനം തന്നെ എന്ത് ചെയ്യും, ഏകദേശം അവിടെ ഇല്ലാത്തതുപോലെ ആക്കും. മനസ്സിലായോ? അതാണ്. അപ്പോൾ ബാക്ടീരിയകൾ ഈ ഓർഗാനിക് വേസ്റ്റിനെ ഈ ജൈവ പ്ലാന്റുകളിൽ എന്ത് ചെയ്യും, ഡീകമ്പോസ് നിർവീര്യമാക്കിയിട്ട് എന്ത് ചെയ്യും, നിർവീര്യമാക്കുക. അത് മുഖേന ബയോഗ്യാസ് ഉണ്ടാവും. ബയോഗ്യാസ് നമ്മൾ പറഞ്ഞത് മീഥേൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ഒരു മിക്സ്ചർ, ഒരു കൂട്ടാണ്. അപ്പോൾ ഈ ബയോഗ്യാസ് എന്നുള്ളത് എന്താണ്, പാചകത്തിന് അതുപോലെ തന്നെ ചെറിയ ചെറിയ കറണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നല്ല കിടിലൻ ഗ്യാസാണ്, കിടിലൻ എനർജിയാണ്. അതുപോലെ തന്നെ ഈ ഓരോ വർഷം നമുക്ക് എന്ത് ചെയ്യും, ഈ ഓർഗാനിക് വേസ്റ്റ് നമുക്ക് ഒരു നല്ലൊരളവിൽ എന്ത് ചെയ്യുക, ബയോഗ്യാസ് ഉണ്ടാക്കുകയും ചെയ്യാം. പിന്നെ അപ്പോൾ നമ്മൾ മേലെ പറഞ്ഞതിനൊക്കെ എന്ത് ചെയ്യുക, അങ്ങനത്തെ കുറേ കൺവെൻഷനൽ നോൺ കൺവെൻഷനലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ എനർജിക്ക് ഒന്ന് വേസ്റ്റ് ആക്കുക, നമ്മൾ പരമാവധി കുറച്ച് യൂസ് ചെയ്യുക. അതിന് ഈ നോൺ കൺവെൻഷണൽ എനർജീൻ്റെ അളവ് എന്ത് ചെയ്യുക, കൂട്ടുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, വരും തലമുറക്കൊക്കെ എനർജി കൊടുക്കാൻ കഴിയും. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മളെ പാഠം ഇവിടെ കഴിഞ്ഞാണ്. അപ്പോൾ ഇതിൻ്റെ നോട്ട് എന്ത് ചെയ്യുക, എഴുതി വിട്ടുതരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.